ഫരീദാബാദ് ശ്രീനാരായണ ഗുരു സമാജത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനവും നടക്കുകയാണ്. ഡൽഹി സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറും ശിവഗിരി മഠം ഗുരുധർമ്മ യുവജന സഭ ഡൽഹി യൂണിറ്റ് അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് അരുൺ വേണുഗോപാൽ സംസാരിക്കുന്നു. ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബഹുമാനപ്പെട്ട ഈ പുണ്യമായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ ശ്രീനാരായണ സമാജം ഫരീദാബാദിൻ്റെ സംഘാടകൻ ഡോക്ടർ വിശ്വനാഥ് ജി അവറുകൾ, ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീമതി ബീന ബാബുറാം ജി അവറുകൾ, വേദിയിലിരിക്കുന്ന ശ്രീനാരായണ ഗുരു പരമ്പരയിലെ സംപൂജ്യനായ സ്വാമികൾ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ, ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ, ഒരുപക്ഷെ ഒരു നീണ്ട പ്രസംഗത്തിനുള്ള ഒരു പ്രഭാഷണത്തിനുള്ള ഒരു സമയമൊന്നുമല്ല, ഒരുപാട് വൈകിപ്പോയി. എന്നിരുന്നാലും ഈ പുണ്യമായ ദിനത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തപ്പെട്ട ഈ ഒരു പുണ്യദിനത്തിൽ ഭഗവാനെ കുറിച്ച്, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ഡൽഹി നിവാസികൾക്ക് ഗുരുദേവനെ അറിയാമെങ്കിലും ഇവിടത്തെ ഒരു ചരിത്ര പുസ്തകങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഗുരുദേവനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ ഒരു നവോത്ഥാന നായകൻ എന്നുള്ള നിലയിലാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകത്തിൽ പോലും നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഫരീദാബാദ് ശ്രീനാരായണ ഗുരു സമാജത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും അതോടൊപ്പം ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനവും നടക്കുകയാണല്ലോ, എങ്ങനെ കാണാം? രോഹിണി, ഫരീദാബാദ്, ഹരിയാനയിലെ ഫരീദാബാദിലാണ് ഇത്തരമൊരു ഗുരുമന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ഫരീദാബാദ് ശ്രീനാരായണ ഗുരു സമാജമാണ് ഈ ഗുരുമന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ നേരത്തെ ഈ ശ്രീനാരായണ ഗുരു സമാജം അത് അതിന്റെ ഗോൾഡൻ ജൂബിലി കൂടി ആഘോഷിക്കുന്ന വേളയിലാണ് പുതിയൊരു ഗുരുമന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ചടങ്ങിൽ അല്പസമയം മുമ്പ് ഡൽഹി സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറും ശിവഗിരി മഠം ഗുരുധർമ്മ യുവജന സഭ ഡൽഹി യൂണിറ്റ് അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് അരുൺ വേണുഗോപാൽ സംസാരിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് ഗുരുദേവന്റെ ആശയങ്ങൾ സജ്ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ശിവഗിരി മഠത്തിലെ അഭയാനന്ദ സ്വാമികൾ ഈ ചടങ്ങിൽ നിന്ന് സാക്ഷ്യം വഹിച്ചു. ഒപ്പം തന്നെ പ്രൊഫസർ KV തോമസ് ഉണ്ടായിരുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത ബിസിനസ് സംരംഭത്തിനുടമയായിട്ടുള്ള ബീന ബാബുറാമാണ്. ഒപ്പം തന്നെ ഈ യോഗത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ PM വിശ്വനാഥൻ ഉണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറി രാജേന്ദ് ഈ ചടങ്ങിൽ പങ്കെടുത്തു. അങ്ങനെ വിശിഷ്ടരായിട്ടുള്ള അനേകം വ്യക്തികൾ ഈ ചടങ്ങിന്റെ ഭാഗമായി എന്നുള്ളതാണ്. ഏവരും സൂചിപ്പിച്ചത് അതുതന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആധുനിക കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസക്തി എന്താണ്, അദ്ദേഹത്തിന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന്റെ അനിവാര്യത എന്താണ് എന്നുള്ളതാണ്. സ്വാമിയെ കേവലം സാമൂഹിക പരിഷ്കർത്താവായി മാത്രം കാണുവാൻ ശ്രമിക്കുന്നതിനപ്പുറം അദ്ദേഹം സർവ്വ ലോകത്തിന്റെയും ഗുരുവായി കൂടി അദ്ദേഹത്തെ കണക്കാക്കണം. അദ്ദേഹം ഒരു സന്യാസി എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണ്ട അർഹിക്കുന്ന പരിഗണന നൽകണം എന്നുള്ളതാണ് ഏവരും ഈ ചടങ്ങിൽ സൂചിപ്പിച്ചത്. ഏതായാലും ഫരീദാബാദ് എന്നുള്ള ഒരു സ്ഥലത്ത് വളരെ ചുരുക്കം ശ്രീനാരായണീയർ മാത്രം താമസിക്കുന്നിടത്താണ് ഇത്തരമൊരു ഗുരുമന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഫരീദാബാദ് ശ്രീനാരായണ ഗുരു സമാജം ആണ് ഇത്തരമൊരു ഗുരുമന്ദിരം ഈ ഫരീദാബാദിൽ നിർമ്മിച്ചത്. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.